ഒറ്റപ്പാലത്ത് സ്ഥാപനങ്ങളുടെ വിലാസം പ്രിന്റ് ചെയ്ത പ്ലാസ്റ്റിക് ക്യാരി ബാഗുകൾ എത്തിച്ചു നൽകാമെന്ന് വിശ്വസിപ്പിച്ച് സാമ്പത്തിക തട്ടിപ്പ്. ഓർഡറുകൾ നൽകിയ സ്ഥാപന ഉടമകളിൽ നിന്ന് പണം അഡ്വാൻസായി വാങ്ങിയാണ് കബളിപ്പിച്ചത്. ഒറ്റപ്പാലം, പാലപ്പുറം, ലക്കിടി മേഖലകളിലെ കടകളിലായിരുന്നു തട്ടിപ്പ്. വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലും ഫുഡ്വെയർ ഗിഫ്റ്റ് ഷോപ്പുകളിലുമെല്ലാം കയറി യുവാവ് പണം തട്ടിയിട്ടുണ്ട്. അഡ്വാൻസായി നൽകിയ തുകയ്ക്ക് ബില്ല് പോലും നൽകിയിട്ടുമില്ല. തട്ടിപ്പ് നടത്തിയ യുവാവിന്റെ ഫോൺ നമ്പറിൽ ബന്ധപ്പെടാനും കഴിയുന്നില്ല. നൽകിയ മേൽവിലാസവും വ്യാജമാണെന്ന് വ്യക്തമായി. മേഖലയിൽ ഒട്ടേറെ പേർ ഇയാളുടെ കെണിയിൽപ്പെട്ടതായാണ് വിവരം. തട്ടിപ്പിനിരയായ സ്ഥാപന ഉടമകൾ പരാതിയുമായി ഒറ്റപ്പാലം പോലീസിനെ സമീപിച്ചു. വിൽപ്പനാനുമതിയുള്ള ക്വാളിറ്റിയുള്ള നല്ല പേപ്പർ കവറുകളും അതുപോലെ തന്നെ പ്ലാസ്റ്റിക്കിന്റെ വിൽപ്പനാനുമതിയുള്ള കവറുകളും പ്രിന്റ് ചെയ്തുകൊണ്ട് സ്ഥാപനത്തിന്റെ പേര് പ്രിന്റ് ചെയ്തുകൊണ്ട് ഞങ്ങൾ കൊടുന്നു തരാം, വളരെ ചീപ്പായിട്ട് കൊടുന്നു തരാം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഈ ചെറുകിട സ്ഥാപനങ്ങളിൽ അതിൽ വീണ് പോവുകയാണ്. ഇവരെ തട്ടിപ്പിന് ഇരയായി പോവുകയാണ്. ഒരാഴ്ച മുമ്പ് ഇവർ ഇറങ്ങിയിട്ടുള്ളത് 3-4 സ്ഥാപനങ്ങളിലായിരുന്നു. കൃത്യമായി അത്തരം സ്ഥാപനങ്ങളിലെല്ലാം ഇവർ അഡ്വാൻസ് വാങ്ങിപ്പോയിട്ടുണ്ട്. മെയിനായിട്ട് ഈ കവറിൻ്റെ നമ്മളുടെ നിരോധിത പ്ലാസ്റ്റിക്കുകൾ വന്നതോടുകൂടി സ്ഥാപനങ്ങളിൽ കിട്ടാത്ത കവറുകളാണ്. അപ്പോൾ ആ കവറുകൾ ഞങ്ങൾ നിർമ്മിച്ച് തരാം, അതിൽ കമ്പനിയുടെ അല്ലെങ്കിൽ സ്ഥാപനത്തിൻ്റെ പേര് കൂടെ പ്രിന്റ് ചെയ്ത് തരാം, വലിയ റേറ്റ് ഇല്ല എന്നുള്ള പേര് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ചെറുകിടക്കാർക്ക് വേറെ ഓപ്ഷൻ ഇല്ല. ആ ഒരു കൃത്യമായിട്ടുള്ള സംഗതി നോക്കി കണ്ടുകൊണ്ടാണ് ഇവർ ഈ തട്ടിപ്പിന് ഇത്തരം ചെറിയ സ്ഥാപനങ്ങളെ ഇരയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ അന്വേഷണത്തിൽ മനസ്സിലാകുന്നത് പരിസര പ്രദേശങ്ങളിൽ മുഴുവൻ, അതായത് ഈ അമ്പലപ്പാറ, മംഗലാംകുന്ന്, തിരുവാഴിയോട്, പത്തിരിപ്പാല അടങ്ങുന്ന വാണിയംകുളമൊക്കെ അടങ്ങുന്ന പല ഭാഗങ്ങളിലും ഇത്തരം തട്ടിപ്പുകൾക്ക് ഇരയായിട്ടുള്ള ഒരുപാട് സ്ഥാപനങ്ങളുണ്ട് എന്നാണ് നമ്മൾ അറിയാൻ സാധിച്ചത്. എന്നാൽ പലവരും ഇത് പരാതിപ്പെടാതിരിക്കാൻ കാരണം ഇന്നല്ലെങ്കിൽ 2 ദിവസം 3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ആളുകൾ വരും, അവർക്കുള്ള ഡെമോമായിട്ട് വരും. പക്ഷേ ഈ ഡെമോ ഇല്ലെങ്കിൽ അതിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കവറിൻ്റെ ഒരു മോഡലോ കാണിച്ചു തരാത്തിൻ്റെ ബേസ് ചെയ്തുകൊണ്ടാണ് പിന്നീട് ഇവരെ വിളിച്ചു നോക്കുമ്പോൾ ഈ അഡ്രസ്സ് ഫേക്ക് ആണെന്നും ഇത്തരം ആളുകൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധാരണക്കാരായിട്ടുള്ള കടകൾ, അതായത് ചെറിയ ഫാൻസി ഫുട്വെയർ അടങ്ങുന്ന ചെറിയ ചെറിയ സ്ഥാപനങ്ങളിൽ കയറിക്കൊണ്ടാണ് ഈ തട്ടിപ്പിന് ഇരയാക്കുന്ന പലകൾ. ഇതിൽ കൂടുതലും സ്ഥാപനങ്ങൾ സ്ത്രീകൾ കച്ചവടം ചെയ്യുന്ന സ്ഥാപനങ്ങളെയാണ് ഇവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. അമ്പലപ്പാറ ഫിസിയോതെറാപ്പി ആൻഡ് റീഹാബിലിറ്റേഷൻ സെന്റർ അറ്റ് കടമ്പൂർ now serves with high standard facilities, experienced doctors in physiotherapy and staying facility available for better outcome.